ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഫുക്കറ്റിലെ മറ്റൊരു ദിവസം. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണിത്. രാവിലെ തന്നെ ഞങ്ങൾ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കാഴ്ചകൾ കാണാനുള്ള തയ്യാറെടുപ്പിലാണ്. ബസ് രാവിലെ തന്നെ എത്തിക്കഴിഞ്ഞു, ഞങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇനി സ്ട്രെയിറ്റ് ബസ്സിൻ്റെ ഉള്ളിലേക്ക് ഇന്നത്തെ യാത്ര തുടങ്ങുന്നു. അപ്പോൾ ഇന്നിവിടെ സിറ്റി ഓറിയൻറ്റേഷൻ ടൂർ എന്നാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ആൻഡ് ടെമ്പിൾ വിസിറ്റ്. ഇവിടുത്തെ ബുദ്ധ ടെമ്പിൾ, ഒരു വളരെ പഴക്കം ചെന്ന വളരെ ഫേമസ് ബുദ്ധ ടെമ്പിളിലേക്കാണ് പോകുന്നത്. ഇത് ഡേ 3 ആണ് ഫുക്കറ്റിലെ. വാവ്, എന്താ ഇത്? തായ്ലൻഡിലെ ഫുക്കറ്റിൽ സ്ഥിതി ചെയ്യുന്ന വാട്ട് ചലോങ് ടെമ്പിൾ ദ്വീപിലെ ഏറ്റവും ആദരണീയവും പ്രശസ്തവുമായ ബുദ്ധമത ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ആയിരത്തി 1837 നിർമ്മിച്ച ഈ മനോഹരമായ ക്ഷേത്ര സമുച്ചയം 2 ആദരണീയരായ ബുദ്ധിസ്റ്റ് സന്യാസിമാരായ ലുവാങ് ഫോ ചാൻ, ലുവാങ് ഫോ ചുവാൻ എന്നിവരെ ആദരിക്കാനായി പണിതുയർത്തിയതാണ്. 1876 ടിൻ ഖനികളുടെ കലാപം അവസാനിപ്പിക്കുന്നതിൽ ഇവർ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു. തായ്, ചൈനീസ്, യൂറോപ്യൻ സ്വാധീനങ്ങളുടെ മനോഹരമായ മിശ്രിതമാണ് ഈ ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ. വൈവിധ്യമാർന്ന നിറങ്ങൾ, സൂക്ഷ്മമായ കൊത്തുപണികൾ, മനോഹരമായ വിവരണങ്ങൾ എന്നിവ ഈ ക്ഷേത്രത്തെ അലങ്കരിക്കുന്നു. ഈ ടെമ്പിൾ കോംപ്ലക്സിലെ ലോർഡ് ബുദ്ധയുടെ പവിത്ര അവശിഷ്ടം അടങ്ങിയിരിക്കുന്ന 60 മീറ്റർ ഉയരമുള്ള ഐക്കോണിക് ഗ്രാൻഡ് പഗോഡയാണ് ക്ഷേത്രത്തിൻ്റെ കേന്ദ്രബിന്ദു. ലോർഡ് ബുദ്ധയുടെ ടീച്ചിങ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാനുമായി ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട്. ഈ ടെമ്പിളിന്റെ ചരിത്രം, ബുദ്ധിസ്റ്റ് ആർട്ടിഫാക്ട്സ്, ലോക്കൽ ആർട്ട് വസ്തുക്കൾ എന്നിവ സൂക്ഷിക്കുന്ന ഒരു മ്യൂസിയവും ഈ കോംപ്ലക്സിന്റെ ഉള്ളിലുണ്ട്.
ടെമ്പിൾ കോംപ്ലക്സിന്റെ ഉള്ളിലൂടെയുള്ള നടത്തം അവിസ്മരണീയമായ ഒരു അനുഭവമാണ്. ശില്പങ്ങളും ഫൗണ്ടനുകളും ട്രോപ്പിക്കൽ ചെടികളും ഒക്കെയായി മനോഹരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഇവിടുത്തെ പൂന്തോട്ടങ്ങൾ. ഈ കാഴ്ചകളെല്ലാം തന്നെ ഏതൊരു സഞ്ചാരിയുടെയും മനസ്സിന് കുളിർമയും സമാധാനവും ആത്മീയമായ ഒരു ഉണർവും പ്രദാനം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്, വന്നിരിക്കേണ്ട ഒരു സ്ഥലവും കൂടിയാണിത്. നമ്മളിപ്പോൾ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഓൾഡ് ഫുക്കറ്റ്. യെസ്, നമ്മൾ ഇങ്ങനെ ഗ്രൂപ്പ് തിരിഞ്ഞ് നടക്കാണ്. ഷോപ്പിങ്ങിന് കൂടുതൽ താല്പര്യമുള്ളവരെല്ലാം കൂടെ ഒന്നിച്ചായി. ദിസ് ഇസ് ദ മീറ്റിംഗ് പോയിന്റ്. തിരിച്ചിവിടെ എത്തണമെന്നേ ഉള്ളൂ. ഓ യെസ്, ഒരു ബ്യൂട്ടിഫുൾ ക്ലോത്ത് ഷോപ്പ്. ഈ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ് വരേണ്ടത്. ഓക്കെ, എല്ലാവരും ഓടി നടന്ന ഷോപ്പിംഗാണ്. അടിപൊളി കളക്ഷൻസ്. ഓക്കെ, ബത്തിക് പ്രിന്റ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ആക്ച്വലി. കുറേ ഉണ്ടല്ലേ, വെരി കളർഫുൾ. നമുക്ക് സമയം കുറവാണ്, മേടിക്കാൻ ഇഷ്ടം പോലെ. ഇറ്റ്സ് എ നൈസ് ഷോപ്പ്. ഈ പാറ്റേൺസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കളക്ഷൻസ് നോക്കിയേ, സോ ബ്യൂട്ടിഫുൾ. ഭയങ്കര റെയിൻബോ കളേഴ്സും അതിൻ്റെ പേസ്റ്റൽ ഷെയ്ഡ്സും. ഇത് ഓൾഡ് സ്ട്രീറ്റാണ്, പഴയ രീതി, പക്ഷേ അങ്ങനത്തെ ബിൽഡിങ്സും വെരി ബ്യൂട്ടിഫുൾ ട്രഡീഷണൽ. ടീം മെമ്പേഴ്സ് ഇറങ്ങി നടക്കുന്നു ഗിഫ്റ്റിംഗ് പർപ്പസിനുള്ള സൊവനിയേഴ്സ്. ഇത് ഫുക്കറ്റിലെ ഒരു ടെമ്പിൾ, അതിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഏരിയ എല്ലാം ഓൾഡ് സിറ്റി എന്ന് പറയാം. ഞങ്ങൾ ഒന്നിച്ചിറങ്ങും, പിന്നെ നമ്മളിങ്ങനെ സ്പ്രെഡ് ഔട്ടായി ചിലപ്പോൾ കുറേ പേരെ ലോസ്റ്റ് ആവും. പിന്നെ നമ്മളൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, അവിടെ വന്നാൽ മതി. ഇതാണ് പോയിന്റ്. കിട്ടിയോ? യെസ്. കുറേ പേര് അകത്തുനിന്ന് ഇറങ്ങിയിട്ടില്ല. യെസ്, അടുത്ത ആൾ ഇറങ്ങി. അങ്ങനത്തെ ലോങ് ഷർട്ട്സൊക്കെ ഇപ്പോൾ ഫാഷനാണ്. ഒത്തിരി ഫോറിനേഴ്സും ധാരാളം ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ. ഈ സാധനങ്ങളൊക്കെ ഓ ചേരും. കാര്യം 2 കളറുണ്ട്. ഓറഞ്ച്, പീച്ചുണ്ട്. യെസ്. എക്സ്ക്യൂസ് മീ ഇതിൻ്റെയൊക്കെ വില ചോദിച്ചു എങ്ങനെയാണെന്ന് നോക്കണം. അടിപൊളി കളക്ഷൻസ്. മേടിച്ച് ഖജരാവ് കാഴ്ചയാവും. യെസ്, ഞാൻ നോക്ക് കാണിച്ചുകൊണ്ട് നടക്കുന്നത്. നമ്മളെല്ലാം ഇങ്ങനെ കറങ്ങി നടന്നതാണ് പല സ്ഥലത്തും. ഇതൊരു സ്ട്രീറ്റ് അല്ലേ അഗെയിൻ? ഇറ്റ്സ് എ നൈസ് അല്ലേ? എന്ത് രസമുള്ള സ്ഥലം നോക്കിയേ. ഫുക്കറ്റ് ഓൾഡ് ടൗൺ. ഒരേ ടൈപ്പ് പാറ്റേണിൻ്റെ ഒരേ പ്രിൻ്റുള്ള ഒരേ മെറ്റീരിയലിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേൺസാണിത്. കണ്ടല്ലോ, ഓൾഡ് ടൗൺ എന്ന് പറഞ്ഞാൽ നല്ല ആധുനികം തന്നെയാണ് ഇപ്പോഴും. ഇങ്ങനത്തെ ഷോപ്സാണ് ഏറ്റവും കൂടുതൽ. ബാത്തിക് പ്രിൻറ്റും ഓക്കെ, ഇത് തന്നെയാണ് കേട്ടോ അടിപൊളി. ഇതെല്ലാം ഫുക്കറ്റ് ഓൾഡ് ടൗണിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇത് ചെറിയ കഫേസ്, ട്രഡീഷണൽ ഫുഡ് കിട്ടും. പിന്നെ അഗെയിൻ ഗോയിങ് ഇൻസൈഡ് വേറൊരു സൈഡ് ഡ്രസ്സ് ഇത് തന്നെയാണ്. സോ നൈസ്. ഒരു ബീച്ച് ഡെസ്റ്റിനേഷന് പറ്റിയ എല്ലാ കോസ്റ്റ്യൂംസ് നമുക്കിവിടെ വന്നിട്ട് തന്നെ വാങ്ങാം. നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകാനായിട്ട് ഈ കടയ്ക്കകത്ത് കൂടി തന്നെ തിരിച്ചു പോകും. നമ്മുടെ ബസ് വെയിറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. നമ്മുടെ മീറ്റിംഗ് പോയിൻ്റ് ആരെയും കാണുന്നില്ല. സോ ഐ തിങ്ക് ഐ എം ലേറ്റ്.
കംപ്ലീറ്റ് ടൂറിസ്റ്റ് ആട്ടോ ഇവിടെ എല്ലാം. ഓൾ ഫോറിനേഴ്സ്. ബസ് വെയിറ്റ് ചെയ്യണോ, എല്ലാവരും അങ്ങോട്ട് പോകുന്നു. ഇത് ഇവിടുത്തെ ടാക്സിയുടെ കളർ നോക്കിയാൽ യെല്ലോ ആൻഡ് റെഡ് ആണോ, ഓറഞ്ച് റെഡ്, വെരി ബ്രൈറ്റ്. ഹെഡ് കൗണ്ട് എടുക്കുക, എല്ലാവരും ഉണ്ടോ നോക്കണു. ഓൾഡ് ഫുക്കറ്റ് ടൗണിലെ ചെറിയ ഒരു ഷോപ്പിംഗ് ടൂറെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ബസ്സിലേക്ക് കയറിയിട്ടുണ്ട്. യാത്ര തുടരുകയാണ്. ഇനി കുറച്ച് ദൂരം സഞ്ചരിക്കാനുണ്ട്. കാരണം നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ക്രാബിയാണ്. ക്രാബി എന്ന് പറയുമ്പോൾ ഫുക്കറ്റിൽ നിന്നും ഏകദേശം 2.5 മണിക്കൂർ ബൈ റോഡാണ് ട്രാവൽ ചെയ്യേണ്ടത്. പക്ഷേ വളരെ നല്ല റോഡാണ്. ദാറ്റ് ഈസ് ഫുക്കറ്റ് ടു ക്രാബി. അപ്പോൾ ബൈ റോഡ് സഞ്ചരിക്കുമ്പോൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നില്ല. കാരണം അത്രയും വെൽ മെയിൻറ്റെയിൻഡ് ആണ് ഇവിടുത്തെ റോഡുകൾ. ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പിലൂടെയാണ് നമ്മുടെ ബസ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡ്സ്, റോഡിൻ്റെ 2 വശത്തുമായി നല്ല പച്ചപ്പും മലനിരകളും ഒക്കെ കണ്ടുകൊണ്ടാണ് ഈ യാത്ര. ഞങ്ങളിങ്ങനെ നല്ലൊരു ആംബിയൻസും നല്ലൊരു പാട്ടിൻ്റെ ഒരു മൂഡും ഒക്കെ ആയിട്ട് നല്ലൊരു ആസ്വാദനമാണ്. സത്യം പറഞ്ഞാൽ ഈ 2.5 മണിക്കൂർ പോകുന്നതേ അറിയില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒരു അലോസരം പോലെ നമ്മുടെ ഗൈഡിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൊരു ബുദ്ധിമുട്ട്. പക്ഷേ അത് പാർട്ട് ഓഫ് ദ ഗെയിം, അതും ഒരു രസമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ തമാശകളും ഒക്കെ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ഈ ഒരു 2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ക്രാബിയിലെത്തും. അങ്ങനെ നമ്മൾ ക്രാബി സിറ്റിയിലെത്തിയിരിക്കുവാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. വേറൊരു വൈബാണ്. ഭക്ഷണം കഴിക്കാനാണ് ആദ്യം പോകുന്നത്. ഒരു ഇന്ത്യൻ ആൻഡ് തായ് ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റിലാണ്. ദാറ്റ് ഈസ് താജ് പാലസ്. അവിടെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാം. കഴിച്ചിട്ട് ഒരു കുക്കിംഗ് ക്ലാസ് ഉണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്യും. ജാസ്മിൻ റൈസ്, പപ്പായ സാലഡ് ഗംഭീരമാണ്. തായ്ക്കറി, Italian vegetable, chicken pad thai. This mixed vegetable soya sauce. ഇത് ഇവരുടെ ഫുഡ് ഭയങ്കര ഹെൽത്തിയാണ്. ഒരുപാട് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഇവരുടെ ലീഫാണ്. ഓയിസ്റ്റേഴ്സ്. നമ്മൾ റൈസൊക്കെ വളരെ കുറച്ച് എടുക്കും. ഫുൾ വെജ്. ഇവിടെ നോൺ വെജിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഫിഷ്, കാഷ്യൂ നട്ട്സ്. ലഞ്ച് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഓക്കെ, അപ്പോൾ ഷെഫ് ജോയാണ് നമുക്ക് വേണ്ടി പഠിപ്പിച്ചു തരാൻ പോണത്. എല്ലാം ഉണ്ട്. നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്. ഈ ഹോട്ടലിൻ്റെ പേരാണ് താജ് പാലസ്. ഇവിടെ എല്ലാവർക്കും പൊതുവേ തായ് ഫുഡിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യമാണ്
പട്ടായി അല്ലേ, അങ്ങനെയാണ് ടോമിയാമോ ഒക്കെ. അപ്പോൾ എല്ലാവർക്കും പഠിക്കാം. ഇപ്പം നമ്മളെല്ലാവരും കാണുന്നു, അതോടൊപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇതൊരു ഗുണമുണ്ടാവട്ടെ. തുടങ്ങാം. പട്ടായിയുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നു. ദിസ് ഇസ് ഓയിൽ. ഇതിൽ ബ്രൊക്കോളി ഉണ്ട്, കോളിഫ്ലവർ ഇഷ്ടം. ഇത് വെജിറ്റേറിയൻ വേർഷനാണ് അവർ ചെയ്യുന്നത്. ഇത് പട്ടായി നൂഡിൽ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കും. ബേബി കോൺ ആൻഡ് ക്യാരറ്റ്സ്, ചില്ലി ക്രഷ്ഡ് ഫ്ലേക്സ് എന്ന് വേണമെങ്കിലും പറയാം. പീനട്ട് പൗഡർ. ഇത് ഇവരുടെ ചിക്കൻ പൗഡറാണ്, തായ് ചിക്കൻ പൗഡർ. നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഉപയോഗിച്ചാൽ മതി. പകരം പ്യുവർ വെജ് വേണമെങ്കിൽ വെജിറ്റബിൾ സ്റ്റോക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ക്യൂബ്സ്. ഇത് പട്ടായി സോസ് കുപ്പിയിൽ വാങ്ങാൻ കിട്ടും. ദിസ് ഇസ് സോയ സോസ് റൈറ്റ്. ഓക്കെ, പിന്നെ കുറേ വെജീസ് എന്ന് പറയുമ്പോൾ ഇതിൽ ചോപ്ഡ് ഗാർലിക്, സ്പ്രൗട്ട്സ് ഉണ്ട്, ക്യാരറ്റ്സ് ഉണ്ട്, ടോഫു ഉണ്ട്, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സ്പ്രിംഗ് ഓണിയൻ്റെ ഇല. ഇതാണ് ആ ഒരു നൂഡിൽ പട്ടായി. ഇത് ഇവിടെ കിട്ടുന്ന ഈ ഇത്രയും വീതി, ചിലപ്പോൾ ഇതിലും വീതി കൂടിയതും കിട്ടാറുണ്ട്. സ്പ്രിംഗ് ഓണിയൻ. ഓക്കെ, വെജിറ്റബിൾ ഓയിലായിരിക്കണം, അല്ലെങ്കിൽ സെസമി ഓയിലായിരിക്കാം, എന്താ പറയുക. വാട്ട് ഓയിൽ യു ആർ യൂസിങ്? ഓയിൽ വെജിറ്റബിൾ ഓയിൽ. ചോപ്ഡ് ഗാർലിക്. ആദ്യം കുറച്ച് ഓയിലല്ലേ ആദ്യം ഒഴിച്ചത്. ഓക്കെ, വെജിറ്റബിൾ ഓയിൽ, പിന്നെ കുറച്ച് ഗാർലിക് ചോപ്ഡ്. ചൂടായിട്ടില്ല പാത്രം. ഒരു വോക്കിലാണ് ചെയ്യുന്നത്. ഗാർലിക്കിൻ്റെ പീസസ് ചെറുതായിട്ട് അത് വാടി. ഇനി ഇതിലേക്ക് കുറച്ച് ബ്രോക്കോളി പീസസ് ആൻഡ് കോളിഫ്ലവർ ആൻഡ് ക്യാരറ്റ്സ്, ബേബി കോൺ, ഓൾ വെജീസ്. ഗുഡ്. അതിനകത്തേക്ക് കുതിർത്ത പട്ടായി നൂഡിൽ ചേർത്തു. ദിസ് ഈസ് ദ പട്ടായി നൂഡിൽ. ഇതിപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്, അത് കാരണം ഒരു പിടി നൂഡിലാണ് എടുത്തത്. അത് ഹോട്ട് വാട്ടറിൽ കുതിർത്ത് വെച്ചിരിക്കുമായിരുന്നു. അത് ഡയറക്റ്റായിട്ടാണ് ഇടുന്നത്. പട്ടായി സോസ്. ഓക്കെ, വാങ്ങിക്കാൻ കിട്ടും. നോക്കട്ടെ, ശകലം നാക്കിൽ വെച്ച് പോകണം. 1 ടേബിൾ സ്പൂൺ നിറച്ചൊഴിച്ചു. സോയ സോസ് ഒരു 1/2 ടേബിൾ സ്പൂൺ. തിക്ക് സോയ സോസ്. ദിസ് ഈസ് ചിക്കൻ പൗഡർ. ഓക്കെ, കുറച്ച് ഒരു 1/2 ടീസ്പൂൺ. പിന്നെ ചില്ലി ഫ്ലേക്സിൻ്റെ ഇത് ക്രഷ്ഡ് ഒരു 1/2 ടീസ്പൂൺ. സ്മോൾ ക്വാണ്ടിറ്റി അടിക്ക് പിടിക്കും. ഓയിൽ കുറവാണ്. അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒക്കെ ബ്ലാൻഡ് ചെയ്തതായിരിക്കും വിചാരിക്കുന്നു. നൂഡിൽ ഇസ് പുട്ട് ഇൻ ദ ഹോട്ട് വാട്ടർ. ഇപ്പോൾ തോഫുവിൻ്റെ പീസസ് ആണ് ഇട്ട്, ഫ്രൈഡ് തോഫു. ഇത് കുതിർക്കുക എന്ന് പറയുമ്പോൾ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർക്കും. ഓവർനൈറ്റ് സോക്കിംഗ് ആണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇട്ടാൽ അത് വേകും. അത് നല്ലൊരു പരിപാടിയാണ്. നൂഡിൽ തലേ ദിവസം വെള്ളത്തിലിടും, ഡയറക്റ്റ്. അപ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും. പിന്നെ ബാക്കി കുറച്ച് ഓൾ ദി അതർ വെജിറ്റബിൾസ്, അങ്ങനത്തെ ടൈപ്പാണ്. അവിടെ വെച്ചിട്ടുണ്ട് അത് ഡിസ്പ്ലേ. മഷ്റൂം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ദിസ് ഇസ് ബേബി കോൺ, ക്യാരറ്റ്സ്, ടോഫു ഇട്ടു. അത് സ്പ്രൗട്ട്സ്. ഇതിൽ സോസ് എല്ലാം ഇട്ടു. ഓൾ ഫാസ്റ്റ്. ലാസ്റ്റ് പാർട്ട് ചക്ക് ഇറ്റ്സ് ഓൾ ഫിനിഷ്ഡ്. അപ്പോൾ ഇതിൽ സോസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഞാൻ പറഞ്ഞത്. ഇതിലിപ്പോൾ സോസ് അവർ ചേർത്തിരിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. നമുക്ക് വേണമെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കുറച്ചുകൂടിയൊക്കെ ആകാം. പക്ഷേ ഇതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് ഇസ് വെരി ഈസി. ഇതിങ്ങനെ തലേ ദിവസമാണ് വെള്ളത്തിയിട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഡയറക്റ്റായിട്ട് സോട്ട് ചെയ്യുന്ന സമയത്ത് ഇട്ടാൽ മതി. അത് പെട്ടെന്ന് തന്നെ വേകുന്നുണ്ട്. ആ ഒരു സോട്ടിങ്ങിൽ തന്നെ വേഗം. വെജീസൊക്കെ അവർ അങ്ങനെ തന്നെയാണ് ഇട്ടത്. എനിക്ക് തോന്നുന്നു അതും ആ ഒരു പ്രോസസ്സ് മതി. അത് ഓവർ കുക്ക് ആവുന്നില്ല. ഓക്കെ, എല്ലാവരും ആ ക്രിസ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യും. പീനട്ട്സിൻ്റെ ഒരു ക്രഷ്ഡ് പീനട്ട്സ് ഉണ്ട്, ക്രഷ്ഡ് ചില്ലീസ് ഉണ്ട്. ആൻഡ് ചിക്കൻ സ്റ്റോക്കിൻ്റെ പോലെ ചിക്കൻ പൗഡറാണ്, തായ് ചിക്കൻ പൗഡർ. ഇത് വെജിറ്റബിൾ പൗഡർ യൂസ് ചെയ്യും, വെജിറ്റബിൾ സ്റ്റോക്ക് പൗഡർ. അതിട്ടാൽ മതി, സെയിം ടേസ്റ്റാണ്. ഒരു ടേസ്റ്റിംഗ് സെഷനാണ് ഇനി നെക്സ്റ്റ് നടക്കുന്നത്. അജയ് ഈസ് ടേസ്റ്റിംഗ്. ഹൗ ഇസ് ഇറ്റ്? ഗുഡ്. ഗുഡ്. എല്ലാം കറക്റ്റാണ്. ഓൾ സെറ്റ് ടു ഗോ. യെസ് പ്ലീസ്. എല്ലാവരും ഓക്കെ. ലെമൺ വെഡ്ജസ് ഉണ്ട്. ഇത് മുകളിൽ വേണമെങ്കിൽ ഒഴിച്ചിട്ട് കഴിക്കാം. ഇതെല്ലാം വേണം ആക്ച്വലി ടോപ്പിംഗ്. ഓക്കെ, Thank you.
അങ്ങനെ എല്ലാവരും ടേസ്റ്റിംഗ് സെഷൻ ഇവിടെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. പട്ടായി എല്ലാവരുടെയും ഫേവറേറ്റാണ്. ലക്ഷ്മി മാമിനൊപ്പം ക്രാബിയിൽ വന്നിട്ട് പട്ടായി എന്നുള്ള ഈ നല്ല ഒരു ഡിഷ് ടേസ്റ്റ് ചെയ്യാൻ പറ്റി. വളരെ സന്തോഷം. അത് പഠിച്ചു. എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണിത്. താങ്ക് യു മാം. ഓയ്യോ, ഞാനല്ല പഠിപ്പിച്ചത് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ ഇവിടുത്തെ ഒത്തന്റിക് ടേസ്റ്റ് ഒത്തന്റിക് ആൾക്കാരുടെ നിന്ന് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇവിടെ വരാൻ പറ്റിയത് സന്തോഷം. നല്ലൊരു എക്സ്പീരിയൻസ്. നൈസ്. എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ് ഈ കാര്യം. എല്ലാവരും ടേസ്റ്റ് ചെയ്തു. ആൻഡ് മോനിഷ്ടായ ടേസ്റ്റ്. അപ്പം നമ്മളുടെ കൂടെയുള്ള നമ്മുടെ ടീം മെമ്പർ ഷബീനയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു സർപ്രൈസായിട്ട് ഒരു കേക്ക് കട്ടിങ് ഒരു സെലിബ്രേഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഷബീന എല്ലാവരും ഇവിടെ റെഡി. എവിടെ ഷബീന? വേറെ ഷബീന ടച്ചപ്പ്. ഓക്കെ, കം ഓൺ. ഇനിയിപ്പോൾ ബർത്ത്ഡേ ഗേൾ ഇസ് കമ്മിങ്. യാ, ബർത്ത്ഡേ ഗേൾ ഇസ് കമ്മിങ്. പ്ലീസ് കം. ഇനി മ്യൂസിക് പ്ലീസ്. ഹാപ്പി ബർത്ത്ഡേ മ്യൂസിക്. യെസ് ഷബീന, ഹാപ്പി ബർത്ത്ഡേ. കേക്ക് കട്ടിങ്. യെസ് പ്ലീസ്. താങ്ക് യു മാം. നല്ല ഹാപ്പിയായി. അങ്ങനെ നല്ലൊരു അടിപൊളി ലഞ്ചും പിന്നെ ഒരു കുക്കിംഗ് ക്ലാസ്സും, അത് കഴിഞ്ഞിട്ട് സന്തോഷമുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതാണ് ക്രാബിയിലെ ടുക് വാഹനം. നമ്മൾ ഓട്ടോയിലൊക്കെ പോണ പോലെ. അത് കണ്ടില്ലേ, ഒരു ബൈക്കിൽ ഘടിപ്പിച്ചിട്ടാണ്. നല്ല രസമാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു സ്റ്റൈലാണ്. നമ്മളൊക്കെ പോകുന്നു. ദിസ് ഈസ് ദ സിറ്റി ഓഫ് ക്രാബി. ഇത് ട്രഡീഷണൽ ആൻഡ് അല്ലാത്ത റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഉണ്ട് കേട്ടോ. ഹലോ, ഇഷ്ടംപോലെ ഷോപ്പിംഗ്. ഗുഡ് ഈവനിങ് എവരിവൺ. യെസ് പ്ലീസ്. Good evening. What time you want to come out again? 7:30, okay? Yes, 7 o'clock. 7 o'clock. രാത്രിയാകുമ്പോൾ ഇങ്ങനെയല്ല, ഇതിൻ്റെ അപ്പുറമായിരിക്കും ഇവിടുത്തെ വൈബ്. പിള്ളേരെല്ലാം നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടേ ഫോട്ടോ എടുക്കുന്നു തകർത്ത് പിടിച്ച്. ഇത് ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഇവിടെ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും വെയിറ്റിംഗ്, ചെക്ക് ഇൻ ചെയ്യാൻ പോണു. ഹ്യൂജ് റെസ്റ്റോറൻ്റ് എന്ന് തന്നെ പറയാം ഇവരുടെ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇവിടെ ആയിരിക്കും. ഓക്കെ, ആൻഡ് എ ബ്യൂട്ടിഫുൾ പൂൾ. ഇതെല്ലാം റൂംസാണ്. ഇറ്റ്സ് നൈസ്, വെരി നൈസ്. ഇനി ചെക്ക് ഇൻ ചെയ്ത് അകത്തേക്ക് കയറണം. സോ വെൽക്കം ഡ്രിങ്ക് ശംഖുപുഷ്പം. ഒരു നല്ല ഫീൽ ഗുഡ്, ഒരു ഫീൽ ഗുഡ് എന്നൊക്കെ പറയുന്നത് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു പോസിറ്റീവ്. യെസ്, മൈ റൂം. വാ, നൈസ് ഷവർ ഏരിയ. ഓക്കെ, ഇതൊരു നല്ല 4-star പ്രോപ്പർട്ടിയാണ്. ഇറ്റ്സ് നൈസ്. ബാൽക്കണി ഉണ്ട്. എല്ലാ റൂംസും ഇങ്ങനെ പ്രൈവറ്റ് ബാൽക്കണി ഉണ്ട്. പൂളിനെ ഫേസ് ചെയ്തിട്ടാണ്. നോക്കൂ, താഴത്തെ ഫ്ലോറിൽ താമസിക്കുന്നവർക്ക് ഡയറക്റ്റ് പൂളിലേക്ക് ഇറങ്ങാൻ നല്ല സൗകര്യമാണ്. ഈ മനോഹരമായ ക്രാബിയിലെ ദിവസങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്, ക്രാബി ഡേയ്സ്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് റൂമിൽ അധികം തന്നെ ഇരിക്കാൻ സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഉള്ള 2 ദിവസം ക്രാബിയിലെ ഈ മനോഹരമായ ക്രാബിയിലെ ദിവസങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ അടുത്തടുത്ത റൂംസിൽ തന്നെയാണ്, 2nd floor and 3rd floor. സോ ഇറ്റ് വിൽ ബി എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ്. ഇനി ഇവിടുന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നു കുറേ സമയം ഇങ്ങനെ. പക്ഷേ
കറങ്ങാനും കൂടിയല്ലേ വന്നേ. അപ്പോൾ ഇനിയിപ്പോൾ ക്രാബിയുടെ നൈറ്റ് മാർക്കറ്റ് വളരെ ഫേമസ് ആണ്, അവിടേക്ക് പോകുന്നു. ഒന്ന് വെയിലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. സോ നൈസ്, ഒരു ഭയങ്കര റിലാക്സിങ് പറ്റിയൊരു സ്ഥലമാണ് ഡെസ്റ്റിനേഷൻ. എനിക്ക് ഒരു പക്ഷേ ഫുക്കറ്റിനെക്കാട്ടിലും ബ്യൂട്ടിഫുൾ ആണ് ക്രാബി. ഇത് വേറൊരു വൈബാണ്. ഫുക്കറ്റ് ഇസ് ഡിഫറെൻറ്റ്, രണ്ടായിട്ട് തന്നെ കണ്ടാൽ മതി. റൂമിനകത്തേക്ക് കയറുന്നു, സമയം കുറവുണ്ട്, അതുകൊണ്ടാണ്. ഒന്ന് ഫ്രഷ് ആകണം.